നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 12-ാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടുമാറിയിട്ടില്ല എന്ന പ്രസ്താവനയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുകയും ആ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഭക്തനായ ഇയ്യോബ് ഓർക്കുന്നതും ഓർപ്പിക്കുന്നതും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു യോസേപ്പിനെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. തൻ്റെ ജനന നാൾ മുതൽ തൻ്റെ ബാല്യകാലങ്ങളിലൊക്കെ തൻ്റെ പിതാവിങ്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള പത്യോപദേശങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളുമൊക്കെ വിട്ടുമാറുവാൻ തയ്യാറാകാതിരിക്കുകയും അതിനെ ഏറ്റവും ഗൗരവത്തോടുകൂടി സൂക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു ഭക്തനെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. പാപം ചെയ്യുവാനുള്ള അവസരം തൻ്റെ മുൻപിൽ വരികയും പാപം ചെയ്യുവാൻ വേണ്ടി തന്നെ നിർബന്ധിക്കുകയും ആ പാപം താൻ ചെയ്യുന്നെങ്കിൽ മാനുഷികമായ തലങ്ങളിൽ ചില നന്മകളും ഉയർച്ചകളും സാധ്യതകളും ഒക്കെ തനിക്ക് ലഭിക്കുമെന്ന് തന്നോട് പറയുമ്പോഴും ആ പാപത്തെ വിട്ട് ഓടിക്കളയുവാനായിട്ട് യോസേപ്പിന് പ്രേരകമായത് എന്താണെന്ന് ചോദിച്ചാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൽപ്പനകളാണ് ആ പാപ വഴികളിൽ നിന്ന് യോസേപ്പിനെ അകറ്റി നിർത്തിയത് എന്ന് നാം മറന്നു പോകരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ബാല്യം മുതൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഉള്ളിൽ സംഗ്രഹിച്ച് ആ നിലകളിൽ ജീവിച്ചു വരുന്നതായ എബ്രായ ബാലന്മാർക്ക് ബാബേൽ പട്ടണത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും രാജാവടക്കമുള്ള ആളുകൾ കഴിക്കുന്ന ശ്രേഷ്ഠമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ലഭ്യമാകുമ്പോൾ അവർക്ക് പറയുവാനായിട്ടൊരു വാക്കുണ്ട്: രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് രേഖപ്പെടുത്തുകയാണ്. ദാനിയേൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത ഹൃദയത്തിൻ്റെ അകത്തളത്തിലിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പിന്നത്തേതിൽ ദാനിയേലും തന്നോട് കൂടെയുള്ള എബ്രായ ബാലന്മാരും ഏറ്റവും ശ്രേഷ്ഠരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്നു എങ്കിൽ അല്പം വേദനകളും പ്രവാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഉണ്ടെങ്കിലും അവസാനത്തിങ്കൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടാകും. ആ ദൈവാനുഗ്രഹം പ്രാപിച്ചെടുക്കേണ്ടതിന്
ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടുമാറാതെ അതിൽ നിലനിൽക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനെന്റെ കേൾവിക്കാരായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ, അത് വിട്ട് നാശത്തിലേക്ക് പോകുന്നവരായിട്ടല്ല, പ്രമാണത്തിൽ നിലനിന്ന് നന്മ പ്രാപിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.